ഹായ്, ഞാൻ സുജിത രതീഷ്. നമുക്കിന്നൊരു നല്ല നാടൻ കോഴി മുളകിട്ടത് ഉണ്ടാക്കാം. നെയ്ച്ചോറിൻ്റെ കൂടെ ഒരു നല്ല കറിയാണിത്. ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആണ് ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു സ്പ്രിഗ് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 വലിയുള്ളി തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വലിയ സവോളയാണ് എടുക്കുന്നതെങ്കിൽ 2 എടുത്താൽ മതി. ഞാൻ വളരെ ഇടത്തരം വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ കുറച്ച് ചെറുതായിട്ടുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. സവോള കൂടുതലായി കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു മധുരമായിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ എടുക്കേണ്ടതെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സവോള ചേർത്ത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ സവോള ഒന്ന് വഴന്ന് വരേണ്ട ഒരു ടൈം മാത്രമേ ഇതിനുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനു വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. പിന്നെ ആ ഒരു ഉള്ളിക്ക് ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ അതാ നമ്മുടെ സവോള അത്യാവശ്യം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സവോളയിലേക്ക് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഗോൾഡനൊന്നും ആയിട്ടില്ല, ഒരു ഇടത്തരം ട്രാൻസ്പെറൻ്റ് ആയി വന്നതേ ഉള്ളൂ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ നെടുകെ പിളർന്നാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ പീസാക്കി ഇട്ടാൽ മതി, കുഞ്ഞു കഷ്ണങ്ങളൊന്നും ആക്കണ്ട. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, വളരെ തിന്നായിട്ട് തീപ്പെട്ടി കമ്പ് പോലെ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ നീളത്തിലരിഞ്ഞിട്ടുള്ളതാണ്. ഇതും തീപ്പെട്ടി കമ്പ് പോലെ വളരെ കട്ടി കുറഞ്ഞ് വേണം അരിഞ്ഞെടുക്കാൻ. ആ കറിയുടെ കൂടെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ആ കറിയുടെ കൂടെ അതങ്ങ് അലിഞ്ഞു പോയിക്കോളും. ചതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളിയോടൊപ്പം തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇടത്തരം തീയിൽ വേണം വഴറ്റിയെടുക്കാൻ. തീ കൂട്ടിയിട്ട് കൊടുക്കരുത് കേട്ടോ. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആ പച്ചമണം പോയി നന്നായി വഴന്ന് വരണം. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു 3 ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ, ചെറിയൊരു പുളിപ്പൊക്കെ കറക്കി തരുന്ന തക്കാളിയാണ്. 3 തന്നെ ചേർക്കണം. ഇടത്തരം വലിപ്പത്തിലുള്ള പഴുത്ത തക്കാളി ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല വെന്ത് അതിൻ്റെ പ്യൂരി എല്ലാം പുറത്ത് വരണം. എന്നിട്ട് തക്കാളി ആ എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ നമുക്ക് തക്കാളി വഴറ്റിയെടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, വഴറ്റിലാണ് ഈ കറിയുടെ ഒരു മെയിൻ പാർട്ട്. ആ തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞ് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി നല്ല കുക്കായി നല്ല പ്യൂരിയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയും നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി അല്ല യൂസ് ചെയ്തത്, നല്ല എരിവുള്ള നോർമൽ ചില്ലി തന്നെയാണ് യൂസ് ചെയ്തത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എണ്ണ തെളിയുന്ന വരെ വഴറ്റിയെടുക്കാം. ഇതിനിടയ്ക്ക് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ ഒരിക്കലും ടേബിൾ സ്പൂൺ അല്ല, 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾ കൂടി കഴിഞ്ഞാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇത് വഴറ്റി എണ്ണ നല്ല തെളിഞ്ഞ് വരണം. ആ മുളകിൻ്റെ കുത്തലും പച്ചമണവും ഒക്കെ ഒന്ന് പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നന്നായിട്ട് വഴന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചിക്കൻ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ചിക്കൻ ഇനി നമുക്ക് മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. തീ കുറച്ചൊന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. ഈ ചിക്കൻ നന്നായിട്ട് വഴറ്റി ചിക്കൻ ഒരു വൈറ്റ് കളറാവും. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 2 മുതൽ 2.25 ഗ്ലാസ് വെള്ളം വരെ നിങ്ങൾക്ക് ചേർക്കാം. വെള്ളം ചേർത്ത് ഇനി ചിക്കനും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടുള്ളൂ. ജസ്റ്റ് ചിക്കൻ കറി തിളച്ച് വരുന്നവരെ നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. തിളച്ചതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേണം നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ചിക്കൻ കറിയാണിത്. നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഇത് മെയിനായിട്ട് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കറി കുറച്ച് ലൂസായിട്ട് കറിയായിട്ട് തന്നെ വെക്കുന്നത്, വല്ലാതെ വരട്ടി വെക്കുന്ന ഒരു രീതിയല്ല. നെയ്ച്ചോറിൻ്റെ കൂടെ അതുപോലെ പത്തിരിയുടെ കൂടെയും ഭയങ്കര ടേസ്റ്റാണ് ഈ കറി. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം നെയ്ച്ചോറിൻ്റെ കൂടെയാണ്. വേറെ ഒരു കറിയും ഞങ്ങൾക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ അത്രയ്ക്കൊരു തൃപ്തി വരില്ല. ഇതാണ് നെയ്ച്ചോറുമായിട്ടുള്ള നമ്മുടെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റാണ്. അതേസമയം മസാലയൊന്നും ജാസ്തിയില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. കറി ഒന്ന് തിളച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്ക ജസ്റ്റ് ഒന്ന് അതിൻ്റെ തൊലി പൊട്ടിച്ചിട്ടേ ഉള്ളൂ, തൊലിയോട് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ട, കറുവാപ്പട്ടയും ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ വേറെ ഗരം മസാലയോ മറ്റ് പൗഡറുകളോ ഇറച്ചി മസാലയോ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഒരു 20 മിനിറ്റ് ചെറുതീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കുറച്ച് അവസാനം ഉപ്പ് ചേർത്താൽ ചിക്കൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ കറി ഒന്ന് തിളയ്ക്കുമ്പം തന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇടയ്ക്കൊക്കെ കറി ഒന്ന് ഇളക്കി കൊടുക്കണം മൂടി തുറന്നിട്ട്. ഇനി വീണ്ടും അടച്ചു വെച്ച് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ നാട്ടിലെ നാടൻ കോഴിയാണെങ്കിൽ ഒരു 10-45 മിനിറ്റ് എടുക്കും കുക്കാവാൻ. പിന്നെ ബ്രോയിലർ ഇറച്ചിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നാട്ടിലത്തത് ഒരു 30-35 മിനിറ്റ് എടുക്കും കുക്കാവാൻ. പക്ഷേ ഇവിടെ ചിക്കൻ കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു 20-25 മിനിറ്റ് കൂടുതൽ എടുക്കില്ല. അപ്പം നിങ്ങളുടെ കോഴിയുടെ വേവിനനുസരിച്ച് സമയം കറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. ചിക്കൻ എപ്പോഴും ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്തെടുത്താൽ ഒരു രുചി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. അപ്പോൾ ഇതാ ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട് ഇപ്പം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് ഈ കറി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു നല്ല സ്മെല്ലാണ് ഈ സമയത്ത്. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെയ്ച്ചോറിൻ്റെ കൂടെ പെർഫെക്റ്റ് കറിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. എരിവ് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.